ഏതെങ്കിലും വണ്ടികൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് ആ ഒരു വണ്ടി കാണാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് പറയൂ, ഈ ഒരു വണ്ടി വിളിച്ച് പറയും കഴിച്ചു. ഓ ജാതി സൗണ്ട് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഞാൻ അവിടെ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ഉള്ളിലാവണതാ, അല്ലെങ്കിൽ ഈ സംഭവം ഒന്നും കിട്ടില്ല. കണക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇന്റർനെറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ ഈ ഒരു വണ്ടിനെ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മുടെ 90s അല്ലെങ്കിൽ ഇപ്പോൾ 2K കിഡ്സിനൊക്കെ അറിയാവുന്ന അവരൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടിലത്തെ ആദ്യത്തെ സ്കൂട്ടർ ആയിരിക്കാം. അത്തരത്തിലുള്ള കൈനറ്റി ഹോണ്ടയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ ഗിയർലെസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ സെൽഫ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ നമുക്കൊന്നും തോന്നില്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇത് വലിയ വലിയ സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പല പണക്കാരുടെ വീട്ടിലും ആദ്യത്തെ ഒരു സ്കൂട്ടർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല വണ്ടികൾ കിട്ടാല്ല കേട്ടോ, അതായത് നല്ല കണ്ടീഷനുള്ള വണ്ടികൾ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തപ്പണം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഒരു സ്കൂട്ടറിന്റെ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരുടെ ആ ഒരു വണ്ടി പ്രാന്ത് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ കൈനറ്റി ഹോണ്ടയുടെ ഒരു പുതിയ ഒരു EV അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 110 കിലോമീറ്ററിന്റെ അടുത്ത് റേഞ്ച് കിട്ടും. 0 to 100 അതായത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 4 മണിക്കൂറും, ഈ 0 to 60 അടിക്കാൻ വേണ്ടിയിട്ട് ടർബോ മോഡ് 3 മോഡുകളുണ്ട് കേട്ടോ. ടർബോ മോഡിലാണെന്ന് ഏകദേശം 6 സെക്കൻഡ് മാത്രം മതി. അത്തരത്തിൽ പുനർജനിച്ചിരിക്കുകയാണ് ഗൈസ്. അതായത് പുകയില്ല, സൗണ്ടും ഇല്ല, 2 സ്ട്രോക്കിന്റെ ആ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സൈലന്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു വണ്ടി മലയാളമൊക്കെയാണ് ശരിക്കും പറയുന്നത്. മലയാളത്തിന് പുറമെ ഏകദേശം 16ഓളം ലാംഗ്വേജ്, അതായത് ജർമ്മൻ അത്തരത്തിലുള്ള 16ഓളം ലാംഗ്വേജും കൂടെ ഈ ഒരു വണ്ടിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലുക്ക് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. കൈനറ്റിക്കിന്റെ ചെറിയൊരു DRL ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഡ്ജിങ് കണ്ടില്ല, ഇത് ഫുൾ ടൈം DRL പോലെ തന്നെ കത്തി കൊടുക്കും. അത് നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇത് മാറ്റിയിട്ട് ഹെഡ്ലൈറ്റ് ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ അതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ താഴേക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ ചെയ്യാം. ഇപ്പൊ നോർമലി EV സ്കൂട്ടറുകളിൽ വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫൈബർ പാർട്സുകളും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പറ്റുക. പക്ഷേ ഈ ഒരു വണ്ടിയുടെ പല ഭാഗങ്ങളും ശരിക്കും മെറ്റലാണ് കേട്ടോ. നിങ്ങൾക്ക് തട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിന്റെ മഡ് ഗാർഡൊക്കെ ശരിക്കും ABS ഫൈബർ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ശരിക്കും നമ്പർ പ്ലേറ്റ് വരാം. അതേപോലെ തന്നെ നമുക്ക് 12 ഇഞ്ചിന്റെ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള എയ്തറിലൊക്കെ നിങ്ങൾ കാണില്ല അത്തരത്തിലുള്ള ടയറോട് കൂടിയിട്ടുള്ള അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ABS ഇല്ല, പകരം CBS ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു തരത്തിലാണ് വണ്ടിയുടെ സൈഡിലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്കൊരു ലിവർ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ട്രസ്റ്റ് തുറന്നു വരും ഗൈസ്. ആൾക്കാർ ഇറങ്ങിപ്പോയതിനു ശേഷം നിങ്ങൾക്ക് മാനുവലി ഈ ഒരു സംഭവം മടക്കി വയ്ക്കാം. അത്തരത്തിലുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല വീതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവർക്കും ഈസി ആയിട്ട് കാല് കുത്തി നിൽക്കാനായിട്ട് പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടാണ് ശരിക്കും ഇതിന്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ അവരത് മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇതിലിരിക്കാനായിട്ട് പറ്റും. ഞാൻ എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു കേസാണ് ഈ ഒരു വണ്ടിക്ക് ലൈസൻസ് വേണമെന്ന്. ലൈസൻസ് വേണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 മോഡുകളുണ്ട്. 90 ഒക്കെ വരെയാണ് ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. അതിൽ ടർബോ മോഡൊക്കെ ഉണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സ്പെക്കിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ വീഡിയോയുടെ താഴെയുണ്ട് കേട്ടോ. അപ്പൊ 3 പേരൊക്കെ പോകുന്ന സമയത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ലുക്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു അടിപൊളി ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡുകളിലൊക്കെ ആയിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. അതിന് പുറമെ സൗണ്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സൗണ്ട് ഒക്കെ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാൻ അത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിൽ കീ ഇല്ല ഗൈസ്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ചാർജർ പോലും ഈ ഒരു വണ്ടിക്ക് കൊണ്ടുനടക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു വണ്ടിയിൽ ശരിക്കും വന്നിട്ടുണ്ട്. കീ ഇല്ലാണ്ട് ഈ ഒരു വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ഡാഷ് ബോർഡ് ഉണ്ടല്ലോ, ആ ഒരു ബോർഡിൽ തന്നെ ചെറിയൊരു സംഭവം ഇവിടെ ഹൈഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ വണ്ടി ഓഫ് ആക്കിയതാണ് കേട്ടോ. ഇതേപോലെ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു വണ്ടി പറഞ്ഞു തരും ഡീറ്റെയിൽസ്. വലത്തോട്ട് തിരിച്ച് ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഹാൻഡിൽ ശരിക്കും ലോക്ക് ഔട്ടാ. അതിനുശേഷം ഒരു 5 സെക്കൻഡ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം കാണാം. പിന്നെ ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നമ്മുടെ വണ്ടി ഓണായി. ഇതാണ് ഇതിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററിയുടെ പെർസെന്റേജും കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെയാണ് ശരിക്കും റേഞ്ച് കാണിക്കുക. അതേപോലെ തന്നെ ന്യൂട്രലാണോ ഗിയറിലാണോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ അറിയാം. ടൈം കൊടുത്തിട്ടുണ്ട്, സ്പീഡോമീറ്റർ വന്നിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ മാപ്പൊക്കെ കിട്ടുന്ന വിചാരിക്കുക, ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നാവിഗേഷൻ നമുക്ക് കാണിച്ചു തരില്ല, പക്ഷെ പറഞ്ഞു തരും. അതായത് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരും കേട്ടോ. പിന്നെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് പാട്ട് വയ്ക്കാം. സ്പീക്കർ ക്വാളിറ്റി ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. എന്നാൽ അത്യാവശ്യം നമുക്ക് പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം. പിന്നെ ഇവിടെ ഒരുപാട് വാർണിംഗ് ലാമ്പുകളും കൂടെ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അത് കത്തണില്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരുമ്പോഴായിരിക്കും അത് കത്താം. നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ കിട്ടുന്ന ഇരിക്കാണ്ടില്ലേ. ഇവിടെ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഹൈ ബീം ഒക്കെ ഇടുന്ന സമയത്ത് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. സ്വിച്ചുള്ള ഭാഗങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ടും അതേപോലെ തന്നെ ന്യൂട്രലും ആക്കാനുള്ള ബട്ടൺ വന്നിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് തന്നെയാണ് ശരിക്കും ന്യൂട്രൽ ആക്കാനുള്ള ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. അതിന് പുറമെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. 10 മേലെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് റിവേഴ്സ് ഗിയർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ആക്കിയിട്ട് റിവേഴ്സ് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റിവേഴ്സ് പോകും ഗൈസ്.
വളരെ ഈസി ആയിട്ട് റിവേഴ്സ് അടിക്കാം. പിന്നെ ഒരു 5 സെക്കൻഡ് നമ്മൾ ഈ ഒരു ബ്രേക്ക് പിടിച്ച് നിന്ന് കഴിക്കുക. ഹിൽ ഹോൾഡ് ഓൺ ആയി. അതായത് നമ്മൾ ഏതെങ്കിലും കയറ്റത്താണ് പോയി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മുമ്പോട്ടോ ബാക്കോട്ടൊന്നും പോവില്ല. നമുക്ക് വണ്ടി ആ ഒരു തരത്തിൽ ഉപയോഗിക്കാം. പിന്നെ ആക്സിലേറ്റർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി മുമ്പോട്ട് പോകും ഗൈസ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. അതിന് പുറമെ നമുക്ക് ഹസാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്ക് DRലും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, പിന്നെ ബ്രൈറ്റ് ഡിമ്മ് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച്, പിന്നെ ഹോൺ, അതേപോലെ തന്നെ ഇത് നമുക്ക് ബാക്കിലത്തെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം തുറന്നു. ഏകദേശം 37 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം, മൊബൈൽ ഇവിടെ വയ്ക്കാം. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽമെറ്റും അതിന് പുറമെ കുറച്ചധികം സാധനങ്ങൾ ഈ ഒരു വണ്ടിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു USB പോർട്ട് ഇവിടെ ഹിഡൻ ആയിട്ട് എടുക്കുന്നുണ്ട്. പഴയ ഒരു ടൈപ്പാണ്, C ടൈപ്പ് കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നോർമലി ഇതിന്റെ ഇടയിൽ ചാർജർ ഇട്ടിട്ടാണ് ആൾക്കാർ നടക്കുക. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്തരത്തിലുള്ള കാര്യമില്ല. ഇനി ഇത് എങ്ങനെ ചാർജ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇവിടുത്തെ ഗ്ലോ ബോക്സിന്റെ സ്വിച്ച് ആണെന്ന്. പക്ഷേ ഇതിന്റെ ഗ്ലോ ബോക്സിന്റെ ഉള്ളിൽ ശരിക്കും ചാർജറാണ് വന്നിട്ടുള്ളത്. ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് ഈ ഒരു സംഭവം ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വലിച്ചെടുത്തുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നീളം എന്തോരം ഉണ്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ഇത് നല്ല നീളത്തിൽ ഈ ഒരു ലെങ്ത് വരെ നിങ്ങൾക്ക് വലിച്ച് കുത്തിയിടാനായിട്ട് വരും കേട്ടോ. അതിനുശേഷം ചാർജിന് ശേഷം ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാം. ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അടയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ. ടോപ്പ് വേരിയന്റിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് വേരിയന്റിൽ ഇത്തരത്തിലുള്ള ചാർജർ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടില്ല. പിന്നെ ഏകദേശം 3 കിലോഗ്രാമോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൂക്കിയിടാം. പിന്നെ നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്യാസും കുറ്റി കയറ്റി വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കയറ്റി വെക്കാം. അമ്മാതിരി സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. ഏകദേശം 1,11,000 ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പവറിലും അതേപോലെ തന്നെ ഈ ചാർജർ അത്തരത്തിലുള്ള ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. 1,17,000 രൂപ ഈ കാണുന്ന ടോപ്പ് വേരിയന്റ് നിങ്ങൾക്ക് വാങ്ങാം. ഷോറൂം പ്രൈസ് ആണ്. ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും വരുന്നുണ്ട്. 2.6 കിലോവാട്ടിന്റെ LFP ബാറ്ററിയാണ്. അതിന് പുറമെ 4.7 കിലോവാട്ട്സിന്റെ മോട്ടറിന്റെ പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വാറന്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 9,000 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുതിയൊരു സ്കൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു ലെജൻഡറി ബ്രാൻഡിന്റെ പുതിയൊരു സ്കൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഈ ഒരു വണ്ടി പരിചയപ്പെടുത്തിയതാണ്. നിലവിൽ ഇവർ 2025 നവംബറിൽ അങ്ങോട്ടാണ് ശരിക്കും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുംബൈയിലൊക്കെയാണ് ശരിക്കും ഓഫീസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആലുവയിൽ എറണാകുളത്തൊക്കെ ഷോറൂം വരുന്നുണ്ട്. വന്നതിന് ശേഷം നേരിട്ട് പോയി കണ്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വണ്ടി എടുത്താൽ മതി. ഇനി എന്തെങ്കിലും മറ്റേ കൊലയുടെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് പോകും. അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു മോഡലിലേക്ക് പോയാൽ മതി. എന്തായാലും എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്തിലാണെച്ചാലും ഒരുപാട് കണക്ടിവിറ്റി ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ ശരിക്കും വരുന്നുണ്ട്. അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. പൊക്കി അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത്ര ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്ക് ഇത് ആപ്പ് ഉപയോഗിച്ചും കൺട്രോൾ ചെയ്യാം. ഈ ഒരു ബട്ടണൊക്കെ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമർ കെയറിലേക്ക് ഡയറക്റ്റ് കോൾ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. എന്തായാലും കൊള്ളാം. വിൻറ്റേജ് ലവേഴ്സിനൊക്കെ വാങ്ങിച്ച് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ. ഒരുപാട് ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വണ്ടിയിലേക്കൊക്കെ നോക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാറന്റി കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാം. ഇതിന്റെ കൂടുതൽ സ്പെക്ക് വേണ്ടവർക്ക് ഞാൻ വീഡിയോന്റെ താഴെ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഒന്നല്ല, ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അതായത് ഭയങ്കര കാമായിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. അതിൽ കൊള്ളാം. കോളേജിലൊക്കെ ഈ ഒരു മുതലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാൻ ബേസ് കൂടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ എന്തായാലും മുതലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇട്ട് അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.